ഇനി പാലക്കാട്ടേക്ക് ചിറ്റൂരിൽ കാറ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സ്ഥലത്ത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് വീട്ടുമുറ്റത്ത് കാറ് പൊട്ടിത്തെറിച്ച് ഒരു അമ്മയും രണ്ട് മക്കളും അപകടമുണ്ടായത്. അവർ എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ LC മാർട്ടിൻ, മക്കളായ ആൽഫിൻ, എമി എന്നിവർ എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ഇപ്പോൾ ചികിത്സയാണ്. അവരിൽ അമ്മയുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കപ്പം ചിറ്റൂരിൽ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്തെ, മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞോ? മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമാണ് ചിറ്റൂർ. അദ്ദേഹം രാവിലെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. ഇന്നലെ തന്നെ നമ്മളെയൊക്കെ വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വളരെ വൈകിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ, ഇത് വലിയൊരു അപകടമാണ്, അത് പരിശോധന യഥാർത്ഥത്തിലുണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടൊന്ന് സംസാരിച്ചിട്ട് അന്വേഷണം എങ്ങനെയാണ്, പഴയ വണ്ടിൻ്റെ എന്താണ്, അത് ഇനി മേലാൽ ആവർത്തിക്കണം വരാതെ കഴിക്കണല്ലോ. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മൾ ഒരു ചികിത്സാ സഹായത്തിനുള്ള സൗകര്യം കിട്ടുമെന്ന് പരിശോധിക്കും. ഈ എങ്ങനെയാണ് ഈ ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ നില ഗുരുതരമാണെന്നുള്ളത് തന്നെയല്ലേ? ഇല്ല, അത് തന്നെയാണ്, ഗുരുതരമാണെന്നാണ് പറയുന്നത്. അതെന്തായാലും ഞാനൊന്ന് ചോദിച്ച ശേഷം, ആശുപത്രി വിളിച്ച ശേഷം അതിനുള്ള ചിലവ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ട്രാജഡിയാണ്. 1.5 മാസം മുൻപാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം 3 മക്കളെയും കൊണ്ട് ആ സ്ത്രീ ജീവിക്കുകയാണ്, ആ യുവതി ജീവിക്കുകയാണ്. ആ സമയത്താണ് ഇത്ര സഹായം നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. പഞ്ചായത്ത് പ്രസിഡന്റും ഇവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി, നാട്ടുകാരും എല്ലാവരും കൂടി നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അത് ചികിത്സിച്ച് ഗതാഗത മന്ത്രിയെ വിളിക്കുമല്ലോ അല്ലേ? വിളിക്കും, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കും. തീർച്ചയായും അതാണ് SKN മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ, കാറിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇന്നലെ പോലീസ് വന്നാണ് പിന്നീട് ഇത് പൂർണ്ണമായി ഒരു ടാർപോളിൻ ഷീറ്റൊക്കെ വെച്ച് മൂടിയിട്ടുള്ളത്. എന്തായാലും മന്ത്രി ഇവിടെ തുടരുകയാണ്. അദ്ദേഹം അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിൽ സഹായം, ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്, ആർക്കുമൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവരുടെയും നില ഗുരുതരമാണ് എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. SK. ഓക്കെ, ചിറ്റൂരിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ സംസാരിച്ചത്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ രാത്രിയാണ് കാറ് പൊട്ടിത്തെറിച്ച് അമ്മയും 2 മക്കളും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായത്. ഇപ്പോൾ എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ അവരുടെ നില ഇത്തിരി ഗുരുതരമായി തുടരുന്നുവെന്നാണ്, പ്രത്യേകിച്ച് അമ്മയുടെ നില ഇത്തിരി ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.